ഇന്ന് ഓഗസ്റ്റ് 12 യുവതയുടെ ദിനമാണിന്ന്. യുവത്വം എന്ന് പറയുന്നത് പ്രായത്തിന്റെ പേരല്ല, പുതിയതിനെ സ്വപ്നം കാണാനുള്ള ധൈര്യത്തിന്റെ പേരാണ്. തോൽവികളിൽ തളരാതെ വീണ്ടും തുടങ്ങുവാനുള്ള മനസ്സാണ് യുവത്വം. ചോദ്യങ്ങൾ ചോദിക്കുവാനും മാറ്റങ്ങൾ ആവശ്യപ്പെടുവാനും സ്വന്തം വഴികൾ കണ്ടെത്തുവാനും നമ്മുടെ യുവതയ്ക്ക് സാധിക്കട്ടെ. ഇന്ന് അന്താരാഷ്ട്ര യുവജന ദിനമാണ്. ഒരു രാജ്യത്തിന്റെ ശക്തിയും പ്രതീക്ഷയും ഭാവിയും യുവജനങ്ങളാണ്. പുതിയൊരു സമൂഹത്തെ സൃഷ്ടിക്കുവാനുള്ള മാറ്റത്തിന്റെ ശക്തിയായി യുവതലമുറ മുന്നോട്ട് വരേണ്ടതിന്റെ സന്ദേശമാണ് ഈ ദിനം നൽകുന്നത്. ഇന്ന് അന്താരാഷ്ട്ര യുവജന ദിനം. യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ ഓഗസ്റ്റ് 12 യുവജന ദിനമായി ആചരിക്കുന്നത്. 2000 മുതലാണ് ദിനാചരണം ആരംഭിച്ചത്. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ യുവജനങ്ങളുടെ ആവശ്യമായ പങ്കാളിത്തം കണക്കിലെടുത്ത് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി 1999 ഡിസംബർ 17 ലോക യുവജന ദിനം അംഗീകരിച്ചു. ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജന ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചു. യുവാക്കളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യത്തിൻ്റെ വികസനം സാധ്യമാകൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. കാരണം ഇന്ത്യയിലെ യുവജനങ്ങളുടെ എണ്ണം ലോക ശരാശരിയേക്കാൾ ഉയർന്നതാണ്. രാജ്യത്തിൻ്റെ സുസ്ഥിര വികസനത്തിൽ യുവാക്കളുടെ പങ്ക് ഉറപ്പാക്കുന്നതോടൊപ്പം അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് വിദ്യാഭ്യാസവും ജോലിയും നൽകുക എന്നുള്ളതാണ് അന്താരാഷ്ട്ര യുവജന ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. യുവാക്കൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ നൈപുണ്യ പരിശീലനം, സംരംഭകത്വ പ്രോത്സാഹനം, കൂടുതൽ തൊഴിലവസരങ്ങൾ എന്നിവ ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. ലഹരി ഉപയോഗം, മാനസിക സമ്മർദ്ദം, സൈബർ ദുരുപയോഗം തുടങ്ങിയ പ്രശ്നങ്ങൾക്കെതിരെയും ബോധവൽക്കരണം ശക്തമാക്കണം. ലോക യുവജന ദിനം യുവാക്കളുടെ അവകാശങ്ങളും കഴിവുകളും ഉത്തരവാദിത്തങ്ങളും ഓർമ്മപ്പെടുത്തുന്ന ദിനമാണ്. ഇന്ത്യയുടെ ഭാവി യുവതലമുറയുടെ കൈകളിലാണ്. അവരുടെ കഴിവുകൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായ പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്താൽ ശക്തവും സമൃദ്ധവുമായ ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.